ഇടുക്കി ആനച്ചാൽ ചിത്തിരപുരത്ത് മൺതിട്ട ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണെടുക്കുന്നതിനിടെ മൺകൂന ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശംഖുപ്പടി സ്വദേശി രാജീവൻ, ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കെട്ടിടത്തിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴായിരുന്നു അപകടം. നിർമ്മാണത്തിനെതിരെ സ്പെഷ്യൽ തഹസിൽദാർ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ പൂട്ടി അത് താക്കോലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും രാജീവ്, ബെന്നി എന്ന് 2 ചെറുപ്പക്കാർ അടിയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തത്. ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുകയാണ്. ലാൽ, അനധികൃത നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ആളുകൾ ഇവിടെ ജോലിക്കുണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? പ്രവിത, ഈ അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഗായത്രി എന്ന് പറയുന്ന മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാറാണ്. ജനുവരി മാസം 17-ാം തീയതി ഈ കെട്ടിടം അനധികൃതമായാണ് നിർമ്മാണം നടക്കുന്നതെന്നും ഇത് പൂട്ടണമെന്നും കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഉടമയായ എറണാകുളം കുമ്പളങ്ങി സ്വദേശിയായ ഷെറിൻ അനില എന്ന് പറയുന്ന സ്ത്രീക്ക് നോട്ടീസ് നൽകിയതാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെ ഈ കെട്ടിടവും അതോടൊപ്പം ഉണ്ടായിരുന്ന സാധാരണ ജംബക വസ്തുക്കളും ഉൾപ്പെടെ പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും നിർമ്മാണം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസത്തിൽ ഈ കെട്ടിടം പൂർണ്ണമായും സീൽ ചെയ്തു പോയതുമാണ്. അതിന് പിന്നാലെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നത്. തൊഴിലാളികളടക്കമുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് JCB ഓപ്പറേറ്ററും 2 തൊഴിലാളികളും ഉൾപ്പെടെ 6 പേർ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഒരു ഭാഗം JCB കൊണ്ട് ക്ലിയർ ചെയ്യുന്നതിനിടയിൽ മറ്റൊരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും 1 മണിക്കൂറിലേറെ ഈ തൊഴിലാളികൾ ഇതിനടിയിൽ പെട്ടുപോവുകയുമാണ് ഉണ്ടായത്. ഇടുങ്ങിയ വഴി, അതോടൊപ്പം തന്നെ ഖനനം നടക്കാൻ പാടില്ലാത്തൊരു പ്രദേശം എന്നിവ ഈ അപകടത്തിന് ആക്കം കൂട്ടി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. എന്താണെങ്കിലും മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ജീവനോടെ അല്ല എങ്കിൽ പോലും 2 തൊഴിലാളികളെ കണ്ടെത്താൻ സാധിച്ചത്. അതിലൊരാളുടെ തല ശരീരത്തിൽ നിന്നും വേർപെട്ട അവസ്ഥയിൽ കൂടിയാണ് കണ്ടെത്തിയത്. ഇവരെ നിലവിൽ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.